ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ മേഡത്തിന്റെ ലിമിറ്റ് എന്താണോ അത് ഈ സെന്റർ ഏരിയയിൽ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഈ വണ്ടിയുടെ സെന്റർ ഏരിയയിലായിരിക്കണം. ഇപ്പൊ ലെഫ്റ്റിലെ ലിമിറ്റ് എന്തുവാ? ആ പുല്ല് പിടിച്ച് തുടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ലിമിറ്റ്. മേഡം അത് എവിടെയാ കാണുന്നത്? എവിടെ? മുന്നിലേക്ക് നോക്കാം. നമുക്ക് ഈ വണ്ടിയുടെ ചോട്ടിൽ കാണേണ്ട കാര്യമില്ല. നമ്മൾ മുന്നിലേക്ക് ഓടി പോകുകയല്ലേ. ഒരു 10 മീറ്റർ ദൂരത്തേക്ക് നോക്കിക്ക. ഓക്കെ, ആ നിഴല് കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ എവിടെയാ കാണുന്നത്? ആ ലിമിറ്റ്, ആ പുല്ല് എവിടെയാ കാണുന്നത്? ഈ ഭാഗത്തായിട്ടല്ലേ കാണുന്നത്? അതിനർത്ഥം മേഡം സൈഡിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുകയെന്നാ. ഓക്കെ ആണ്. മേഡം ഡ്രൈവ് മോഡിലേക്ക് പുള്ളിക്കാരൻ അവിടെ ഇപ്പൊ ഉണ്ടല്ലോ, അയാളെ ഇടിക്കാതെ പോണോന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ചെല്ലുമ്പോ അയാൾ ഇപ്പൊ മേഡം കണ്ടോണ്ടിരിക്കുന്ന ഇവിടെ അയാളെ കാണുന്നത് ശരിയല്ലേ? അയാൾ ഈ ഗണപതിയുടെ ഏരിയയിൽ വരണം, ഈ ഭാഗത്ത്, അതായത് ഇതിന്റെ ഔട്ട് സൈഡിൽ ഇങ്ങനെ. ഓക്കെ ആണ്. ഇവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ വണ്ടി തട്ടില്ല. ലൈറ്റ് ആയിട്ട് മുന്നിലേക്ക് പോട്ടെ. മുന്നിലേക്ക് പോകും തോറും അയാളെ മാറ്റി ഇപ്പുറത്താക്കണം. ഓക്കെ, എത്ര സമയം എടുത്ത് വേണം മുന്നിലേക്ക് വെക്കും? ഡ്രൈവിലാ? പയ്യെ വിട്ടു കൊടുക്കും. ഇല്ല, ഇവിടെ നോക്കിക്കോ. പയ്യെ വിട്ടു കൊടുക്കും വണ്ടിയെ, ചുമ്മാ തിരിക്കാതെ. വണ്ടി വിട്ടു കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. പതിയെ സ്ലോ ചെയ്തു. അയാൾ വെളിയിൽ വന്നാ നിർത്ത്. അതായത് വെളിയിൽ വന്നില്ലേ, നിർത്തിയാല് സ്റ്റിയറിംഗ് ധൈര്യമായിട്ട് നേരെ ആക്കിക്കോ. ഇനി നേരെ തന്നെ മുന്നിലേക്ക് വയ്ക്കോ. പിന്നെ തിരിക്കാൻ വളയ്ക്കോ ഒന്നും വേണ്ട. നിർത്ത്. മുട്ടിയാ? നിർത്ത്. ഓക്കെയാണ്, മനസ്സിലാവുന്നുണ്ട്? മേഡം തിരിച്ചിട്ട് വണ്ടി മുന്നിലേക്ക് വിട്ടു കൊടുത്തോണ്ടിരിക്കുക. അയാൾ വെളിയിൽ വരുന്ന അടുത്ത സെക്കൻഡ് വണ്ടി നേരെ ആക്കിക്കോണം, അല്ലെങ്കിൽ വീണ്ടും അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരിയല്ലേ മേഡം? അയാൾ വെളിയിൽ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും മനസ്സിലായല്ലോ അയാൾ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ വീല് നേരെയാക്കാൻ തുടങ്ങിക്കോണം. അതുകൊണ്ടാണ് ഞാൻ അയാൾ വെളിയിൽ വന്നില്ലേ എന്ന് ചോദിച്ചത്. ഓക്കെ മേഡം, കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ ഇറങ്ങുന്നവരെ നേരെയാക്കാതെ നിന്ന്. അങ്ങനെ വേണ്ട. അയാൾ അവിടുന്ന് മൂവായി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി തട്ടില്ല. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ടൈം ചെയ്യാൻ തുടങ്ങണം. പയ്യെ വിട്ടു കൊടുത്താൽ വീണ്ടും അയാൾ ഒരുപാട് അകന്നല്ലേ കാണുന്നത്. ജസ്റ്റ് അയാളെ ഇതിനടുത്തുണ്ടെന്ന് കൊണ്ടുവന്ന് പതിയെ വണ്ടി മുന്നിലേക്ക് പോട്ടെ. അത്രയും വേണ്ട. കണ്ട, പയ്യെ വരുന്നുണ്ട്. വണ്ടി വിട്ടു കൊടുത്താലേ മേഡത്തിന് അറിയാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് മുന്നിലേക്ക് നീക്കി കൊടു. അയാൾ അടുത്തോട്ട് വരുന്നില്ലെങ്കിൽ മാത്രം അടുപ്പിക്ക്. പാസ് ചെയ്താ ബ്രേക്ക്. അത് കിട്ടുന്നുണ്ടോ അതോ ചുമ്മാ പറയുന്നത്? ആളെന്നല്ല, എന്ത് സാധനമാണെങ്കിലും വെളിയിലുണ്ടാവണം. മേഡത്തിന് ടെൻഷൻ ഉണ്ട്, കാരണം ഒരുപാട് വൈഡ് ആക്കുന്നുണ്ട്. അത്രയൊന്നും ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് അത് ഈ ഏരിയയിൽ ഉണ്ടാവരുത്. ഇതിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. ഈ ഒരു ഏരിയയിൽ വന്നാൽ നമ്മൾ സേഫ് ആണ്. ഇതാണ് വണ്ടിയുടെ സെന്റർ ഭാഗം. കണ്ട, ഇവിടെ വന്നാൽ പിന്നെ സേഫ് ആണ്, പിന്നെ ഇടിക്കില്ല. ഓക്കെയാണ്. അതിന് എത്ര വേണേ സമയം എടുത്തോ, വേണേ സ്ലോ ചെയ്ത് പയ്യെ കൊണ്ടുപോയിക്കോ. പോട്ടെ. ഇനി റോഡ് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറ്റുമല്ലോ, ഇല്ലേ? ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ്. കണ്ട, പതിയെ വണ്ടി വരുന്നുണ്ട് ലെഫ്റ്റിലേക്ക്. ഇപ്പൊ എത്തി അല്ലേ? ശരിയല്ലേ? ചുമ്മാ മൂളുന്നാണ്? അല്ല, ഇത് കറക്റ്റ് ആയിട്ടാണോ? ഞാൻ ചോദിക്കുക, മാഡം ചുമ്മാ മൂളുന്നാണോ? അല്ല, എനിക്ക് മനസ്സിലായി. ഈ നടുക്ക് വശത്ത് ഇങ്ങനെ വരണം. അതെ, ഇത് കറക്റ്റായിട്ടല്ലേ നമ്മള് പോകുന്നത്. ഇനി ഞാനൊരു സ്ഥലം പറഞ്ഞു തരട്ടെ. അവിടെ കറക്റ്റ് സൈഡിലായിട്ട് ഈ വണ്ടി കൊണ്ട് നിർത്തി തരുമോ എനിക്ക്? ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് എനിക്ക് നിർത്തി തന്നാൽ മതി. അവിടെ മുന്നിൽ കണ്ട ഈ നിഴലെല്ലാം കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് വരുന്ന സ്ഥലം കണ്ട, അവിടെ ഇത്തിരി തെളിഞ്ഞു നിപ്പില്ലേ ക്ലിയർ ആയിട്ട്? അവിടെ ഈ ടാറിന്റെ എഡ്ജിനോട് ചേർത്ത് ഈ സൈഡ് നിർത്തി തന്നാൽ മതി. ടാറിന്ന് ഇറങ്ങാത്ത രീതിയിൽ. എന്നാൽ ടാറിന്റെ സൈഡിലായിരിക്കണം വണ്ടി. അങ്ങനെ നിർത്തി തന്നാൽ മതി. മേഡം എത്ര വേണേ സമയം എടുത്തു. ആ പോസ്റ്റിന്റെ അവിടെ, ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ. ടാറിട്ട റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങരുത്, ടാറിന് നടുക്കുവാകരുത്. അവിടെ ഗേറ്റിന്റെ വാതിക്കല്ല, ഇപ്പൊ റോഡിലാണ് നിർത്തിയിരിക്കുന്നത്. നിർത്ത്. ഇപ്പൊ മേഡത്തിന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി. എനിക്ക് മനസ്സിലായില്ല. ഇവിടെയാ നിർത്തേണ്ടത്. ഞാൻ പറഞ്ഞത് എനിക്ക് ആ എഡ്ജിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി നിർത്തി തരാനാ പറഞ്ഞത്. ഓക്കെ, അത് മുന്നിലേക്ക് പോയാൽ മേഡത്തിന് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദൂരെന്ന് വെച്ച് കണക്ക് കൂട്ടി ആ ലെവലിൽ വണ്ടിയെ ആക്കണം. എന്നിട്ട് വേണം കൊണ്ടുപോയി നിർത്താൻ. ഒന്നുകൂടെ നോക്കാം. ഇല്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. മുന്നിൽ ആ പോസ്റ്റ് കഴിഞ്ഞിട്ടില്ലേ, നിർത്തിയാൽ മതി. ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തോണേ ഈ വണ്ടി എങ്ങോട്ടാ പോകാൻ പോണേ. ഡ്രൈവിലാണ് കിടക്കുന്നത്. പയ്യെ വിട്ടു കൊടുക്കാത്ത. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ആ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം മേഡം ഫിക്സ് ചെയ്യും.
അപ്പൊ ഇവിടെ വെച്ച് ആ സൈഡ് കറക്റ്റ് ചെയ്തിട്ട് ജഡ്ജ് ചെയ്ത് ഈ വണ്ടിയെ സൈഡിലാക്കി വെക്കും. സൈഡിലാണെന്ന് തോന്നുന്നുണ്ടോ? ആ സൈഡിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഇവിടെ വെച്ച് ആ ഗേറ്റിന്റെ ഭാഗത്ത് നിർത്തിയാൽ മതി. റോഡിലായിരിക്കണം വണ്ടി, റോഡിലോട്ട് കയറുകയും വേണ്ട. ഇപ്പൊ വരുന്ന കറക്റ്റ് സൈഡില്ല, കണ്ട? ഇനി ലെവൽ ചെയ്തൊന്ന് പയ്യെ നിർത്തി കൊടുത്താൽ മതി. ഇപ്പൊ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, ശരിയല്ലേ? ആണോ? ഇതേ ഞാൻ താഴെ കാല് വെച്ചാ ഈ ഫുട്രസ്റ്റിന്റെ അടിയിൽ ടാറ. ശരിയാണോ? നമുക്ക് ഇത് തന്നെ വീണ്ടും നോക്കാം. ദൂരെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തോണം. ഇതൊരു കണക്കൂട്ടല്ല. ഇപ്പം നിലവിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓരോന്നും കണക്കൂട്ടിയേ കൊണ്ടുപോയി നിർത്താൻ പറ്റുള്ളൂ. പോട്ടെ, ഈ വളവ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലം പറയാം. അപ്പൊ എവിടെയെങ്കിലും നിർത്തി തോന്നാ മതി. ഒരു തുമ്പി എന്തോ ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടാ. ഈ വളവ് ഇതുപോലെ നോക്കി എടുക്കാൻ പറ്റുമല്ലോ, ഈ ലെഫ്റ്റ് സൈഡ് നോക്കി. കുഴപ്പമില്ല, കറണ്ട് അടിക്കില്ല. നേരെ ആക്കി അയാളെ തട്ടാൻ പോകാൻ പറ്റുമല്ലോ. ബ്രേക്കിൽ സമയം എടുക്കും മേഡം, ബ്രേക്ക് ചെയ്ത് സമയം എടുക്കും. അയാളെ ഒഴിവാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അയാൾ ഒഴിവായി, കണ്ട? ഇനി പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാതെ പതിയെ കർവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. സേഫ് അല്ലേ? ആ നിഴല് കിടക്കുന്ന സ്ഥലം കണ്ട, ഇതല്ല മുന്നില്, അവിടെ നിർത്തി തന്നാൽ മതി. സൈഡ് ഒതുക്കി, ഇവിടെ അല്ല, മുന്നിൽ. മുന്നിൽ ഇത് ആ നിഴലില്. ശരിയാണോ? മേഡത്തിന് സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പറയരുത്. ഉറപ്പാണ്. അല്ല, വണ്ടി നേരെയാണോന്ന് ഞാൻ ചോദിച്ചില്ല. സൈഡ് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തട്ടുവോ ഇല്ല എന്നുള്ള പേടി മാറിയോന്ന് ഞാൻ ചോദിക്കുന്നത്. ഉറപ്പാണോ? എന്നാ വിട്ടുവിടും. ഇനി നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോയി പരീക്ഷിക്കാത്. എങ്ങോട്ട് വണ്ടി ടേൺ ആയാലും ഈ സൈഡ് കീപ്പ് ചെയ്ത് വേണം വണ്ടിയെ കൊണ്ടുപോകാൻ. ഈ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വേണം വണ്ടിയെ കൊണ്ടുപോകാൻ, കേട്ടാ? അത് ആലോചിക്കാൻ സമയം വേണമെങ്കിൽ വണ്ടിയുടെ വേഗത കുറച്ച് സമയം എടുത്തോണം. ചെറിയ റോഡായതുകൊണ്ട് മാഡത്തിന് തോന്നുന്നതാ. ഇപ്പൊ കറക്റ്റ് അല്ല, ശരിയല്ലേ? വേഗത കുറയ്ക്കപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വളവിലും വേഗത കുറച്ച് സമയമെടുത്ത് തന്നെ വണ്ടിയെ കൊണ്ടുപോകും. അതിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. പുറത്തുള്ളവന്റെ സേഫ്റ്റി നോക്കണമെങ്കിൽ നമ്മൾ സമയം എടുക്കണം കുറച്ചുകൂടി. ഒരു 2-3 ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഡത്തിന് സ്വന്തമായിട്ട് ഈ വണ്ടിയുടെ വീതിയും നീളവും മനസ്സിലാവും. പിന്നെ സമയം എടുക്കേണ്ടി വരില്ല. ഇത്രയും വിട്ടു കൊടുത്തു. ചെറിയ കർവാണെങ്കിലും മാഡം സമയം എടുത്ത് തന്നെ അതിനെ പാസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ വൈഡ് ആയിട്ടാണോ വരുന്നത് അതോ നിയർ ആയിട്ടാണോ വരുന്നത്? ഇപ്പോഴാ വണ്ടി നിയർ ആയത്, ശരിയല്ല? ടേണിങ് തുടങ്ങിയപ്പോ വണ്ടി ആ സൈഡിലായിരുന്നു. ഇതിനൊന്ന് തട്ടാതൊന്ന് പാസ് ചെയ്ത് നോക്കിയാൽ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അപ്പൊ കൊണ്ടുപോവാം, ശരിയല്ലേ? ആ, പുറകിലൊരു വണ്ടിയുണ്ട്, അതിനെ ഒന്ന് കയറ്റി വിട്ട് ഇല്ല. ഉണ്ടാ വെറുതെ നോക്കിക്കേ, അവനൊന്ന് കയറ്റി വിട്ടേക്ക്. ഓക്കെ അല്ലേ? പോട്ടെ. ഇത് ഈ സ്പേസിലൊന്ന് ആ ടാറേന്ന് ഇറങ്ങാത്ത രീതിയിലൊന്ന് വണ്ടി നിർത്തുന്നേ മേഡം. ആ നിഴലിൽ നിൽക്കുന്നിടത്ത്, രണ്ടാമത്തെ നിഴലിൽ ഇറങ്ങണ്ട. നിർത്തിയില്ല. ഇപ്പൊ അവിടെ മര കറക്റ്റ് ആയിട്ട് ഉണ്ടെന്ന്, പക്ഷെ ഇത്തിരി പുറത്തേക്ക് വിട്ടു കൊടുത്തു വണ്ടിയെ. ആണോ? മേഡത്തിന് എന്തോ തോന്നുന്നു? കുറച്ച് ഇറക്കി വിട്ടു കൊടുത്തു. മേഡം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, പക്ഷെ എന്നിട്ട് ഒരു ഇത്തിരി കൂടെ വിട്ടു കൊടുത്തു ഇങ്ങോട്ടേക്ക് വണ്ടിയെ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ ഒരാൾക്ക് സൈഡ്, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇട റോഡായത്. എവിടെയെങ്കിലും വെച്ച് മാഡത്തിനെതിരെ ഒരു വണ്ടി വരും, സൈഡ് കൊടുക്കേണ്ടി വരും. സൈഡ് കൊടുക്കേണ്ടി വന്നാൽ കൃത്യമായിട്ട് മാഡം കണക്കൂട്ടി വേണം വണ്ടിയെ നിർത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഒരു പരീക്ഷണം നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് പോരാ, ഇനി വേണം എന്ന് തോന്നിയാൽ വീണ്ടും നമുക്ക് ആലോചിച്ച് വീണ്ടും ഇറക്കി കൊടുക്കാൻ പറ്റും വണ്ടിയെ. ആദ്യം മിനിമം സൈഡ് കീപ്പ് ചെയ്തോണം. അത് കഴിഞ്ഞിട്ട് പോരാന്ന് തോന്നിയാൽ നമുക്ക് എടുക്കാനൊരു സ്ഥലം അവിടെ വേണം. അതിന് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത്. കിട്ടുന്നുണ്ടോ? ബൈ ചാൻസ് ഒരു വണ്ടി വന്നു, മിനിമം ഒരു സൈഡ് എടുത്ത് ഒതുക്കി കൊടുത്തു, അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അറിയാം ഇനി ഇത്ര സ്ഥലം കൂടി ഇവിടെ കിടപ്പുണ്ടെന്ന് നമുക്കൊരു മെമ്മറി കിട്ടും. കാരണം നമ്മൾ ആ ടാറിന്റെ എഡ്ജിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇത്രയും കൂടെ എനിക്ക് വിട്ടുകൊടുക്കാനുണ്ടെന്ന് അറിയാം. അപ്പൊ ധൈര്യമായിട്ട് കുറച്ചുകൂടി സ്ഥലം കൊടുക്കാൻ പറ്റുമോ അയാൾക്ക്?
ഓക്കെയാണ്, ടെൻഷനാണ്. ഇല്ല കുഴപ്പമില്ല. ഇപ്പൊ മാഡത്തിന് ലെഫ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ചെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ മാഡം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി പോകുമ്പോഴല്ല കുറച്ചുകൂടി സമയം എടുത്തോ. ഇപ്പം ഇനി ഡ്രൈവ് ചെയ്യുമ്പോഴല്ല, എല്ലാ ടേണിങ്ങിലും കുറച്ചുകൂടി സമയമെടുത്ത് മാഡത്തിന് സ്വന്തമായിട്ട് ബോധ്യമാകുന്ന രീതിയിൽ വണ്ടിയെ തിരിച്ചോണ്ട് പോയാൽ മതി. ഓക്കെ, എന്നാ വിട്ടു. അവരെ തട്ടാതെ പോകാൻ പറ്റുമല്ലോ. ലെഫ്റ്റ് സൈഡിൽ സ്ഥലം എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. റൈറ്റിലോട്ടാ ടേണിങ്. റൈറ്റിലോട്ടപ്പം നോക്കണ്ട, ഇടതുവശം കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് ഇങ്ങനെ തിരിച്ചുകൊണ്ട് വന്നാൽ മതി വണ്ടിയെ. അങ്ങനെ തിരിഞ്ഞ് അവിടെ എത്തുമ്പോഴും ഇടതുവശത്തായിരിക്കണം ഈ വണ്ടി. ഇത് കറക്റ്റ്. ഇനി ലെഫ്റ്റ് തിരിയുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കണം. ഇടതുവശം മിനിമം കാണുന്ന സ്ഥലം കീപ്പ് ചെയ്ത് വണ്ടിയെ ടേൺ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. കണ്ട, ഇനി അവിടെ ഒരു കല്ല് കടന്നാലും മേഡത്തിന് ഇടിക്കാതെ കൊണ്ടുപോകാൻ പറ്റും. എതിരെ വരുന്നവനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ഇടതുവശത്ത് ഇത്ര സ്ഥലമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി അവന്റെ ഉത്തരവാദിത്വമാണ്. ഇത് അവിടെ ഇത്തിരി സൈഡ് കൊടുത്ത ആ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തോട്ട് വേണ്ട, ഇത്തിരി ഒതുങ്ങി കൊടുക്കും. ഇനി ഒന്ന് സ്ലോ ആയി നിർത്തി കൊടുക്കും. നിർത്തിയില്ല. അവിടെ നിൽക്കണ്ട. ഇനി നോക്കി ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകരുത്. സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് മുന്നിലേക്ക് പോകാൻ പറ്റുമോ? ബ്രേക്ക് വിടരുത്. പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? റിവേഴ്സ് ഒന്നും എടുക്കണ്ട, നേരെ മുന്നിലേക്ക് പോകാൻ പറ്റാതെ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ ആദ്യമേ വണ്ടിക്ക് ഒരു ടേണിങ് കൊടുക്കും. അതിന്റെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് നോക്കും. ഈ സൈഡ് ഇവിടുന്ന് വരുന്നുണ്ടോ എന്ന് നോക്കും. വണ്ടി വെറുതെ ഒരു മൂവ് ചെയ്താൽ സമ്മതിക്കും. വരുന്നുണ്ട്, വേണ്ട. സ്ലോ ചെയ്യും. ഇല്ല, സ്ലോ ചെയ്തില്ല. കുറച്ചുകൂടി സമയം എടുക്കും. പെട്ടെന്ന് ഫ്രീ ആക്കി കൊടുക്കരുത്. ഇപ്പൊ നോക്കി ഒരുപാട് ചേർന്ന് പോയി അല്ലേ? വീണ്ടും എങ്ങോട്ടാ വരാനുള്ളത്? ആദ്യം ഇങ്ങോട്ടൊരു ടേണിങ് കൊടുക്കും. അതിന് ചെറുതായിട്ട് ലൂസ് ചെയ്യും. വണ്ടി വരുന്നില്ല, സ്ലോ ചെയ്യും. നിർത്ത്. വന്നില്ല, വീണ്ടും തിരിക്കും. സ്റ്റിയറിംഗ് ആ നോക്കാതെ. ഞാൻ പറഞ്ഞില്ല, അതുമായിട്ടൊരു ബന്ധവും ഇല്ല. ഇവിടെ നോക്കിയാ തീരുമാനിക്കേണ്ടത്. ചെറുതായിട്ട് വണ്ടി ഒന്ന് വിട്ടുകൊടുക്കും. ഉദ്ദേശിക്കുന്ന പോലെ വരുന്നുണ്ടോ നോക്ക്. വരുന്നില്ലെങ്കിൽ വീണ്ടും നിർത്ത്. ഇനി ലെവൽ ചെയ്യേണ്ടത് എങ്ങനെയാ? ലെവൽ ചെയ്തോണ്ടിരിക്കും. കുറച്ചായിട്ട് കൈ ലെവൽ ചെയ്തോണ്ടിരിക്കും. ലെവൽ ചെയ്തില്ല. അങ്ങനെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെയും കുറച്ചുകൂടി സമയം എടുക്കണം. അല്ലാതെ പെട്ടെന്ന് എനിക്ക് പോണോന്ന് വിചാരിക്കരുത്. വണ്ടി വരുന്നത് മേഡത്തിന് കൃത്യമായിട്ട് ഫീൽ ചെയ്യണം. ഇത് ഉദ്ദേശിക്കുന്ന അടുത്തോട്ട് മാറുന്നുണ്ടോ ഇല്ലെങ്കിൽ വീണ്ടും നിർത്തിയിട്ട് കുറച്ചുകൂടി തിരിച്ച് വീണ്ടും വിട്ടു നോക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്തോട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ വീണ്ടും തിരിക്കണം. എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? ലെഫ്റ്റ് റൈറ്റോ? റൈറ്റ്. ഇങ്ങോട്ട് പോയി എവിടെ ചെല്ലും? അങ്ങോട്ട് എവിടെ ചെല്ലും? പിന്നെ റൈറ്റ് ആണ്. അല്ല, സാറിന് അറിയത്തില്ലേ? അല്ല, ഞങ്ങളുടെ അങ്ങോട്ടല്ലേ ഇതുവഴി ഞങ്ങൾ വരാറില്ല. അതങ്ങോട്ട് റൈറ്റ്.